ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം സിത്താരയുടെ ഒരു മാഗ്നം ഓപ്പസ്, ഒരു ബിഗ് ബ്രേക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല സിത്താരയ്ക്ക് നല്ലൊരു അംഗീകാരം നേടിത്തന്ന ഒരു പാട്ടാണ് സെല്ലുലോയിഡിലെ ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്, എം ജയേന്ദ്രൻ സാറിൻ്റെ പാട്ട്, ഫോക്ക് ഫീലിലുള്ള പാട്ട്. ആൻഡ് ഈ പാട്ട് തിയേറ്ററിൽ സെല്ലുലോയിഡ് കാണാൻ പോയപ്പോൾ അത് ശബ്ദം അറിയായിരുന്നു, സിത്താര അത് പാടിയിട്ടുണ്ടെന്ന് അറിയായിരുന്നു. പാട്ട് തിയേറ്ററിൽ കേട്ടപ്പോൾ ഇറ്റ് ജസ്റ്റ് സൗണ്ടഡ് സോ നൈസ്. അപ്പം ശരിക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇതിനെന്തായാലും ഒരു റെക്കഗ്നിഷൻ വരും എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ തോന്നി. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചൊന്ന് പറയാമോ, സെല്ലുലോയിഡിലേക്കുള്ള വഴി? എം ജയേന്ദ്രൻ സാർ നേരിട്ട് വിളിച്ചതാണ് സ്റ്റുഡിയോയിലേക്ക്. പാട്ടിൻ്റെ സമയമായപ്പോഴാണ് വിളിക്കുന്നത്. ചെന്നൈയിലാണോ റെക്കോർഡ് ചെയ്തത്? അല്ല, കൊച്ചിയിൽ ഫ്രെഡീസിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം അത് ഈ സിനിമ നടക്കുന്നുണ്ട്, ഇങ്ങനൊരു സിനിമ വരാൻ പോകുന്നുണ്ടെന്നുള്ളതൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അപ്പോഴൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ അതിൻ്റെ ഭാഗമാവാൻ പറ്റുമെന്നൊന്നും. ഇത് വിളിച്ച് സാറ് വിശദമായിട്ട് അതിൻ്റെ ഈ പാട്ട് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് അതങ്ങ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇപ്പം നേരത്തെ ജോത്സ്യന് പറഞ്ഞ മാതിരി ഈ ഒരു പാട്ട് കാരണം എനിക്ക് അതിന് മുമ്പ് പാടിയ പാട്ടുകളെ ഏതാണെന്ന് പറയാനുള്ള ഒരു അവസരം സത്യത്തിൽ ഉണ്ടാവുന്നത് ഈ പാട്ടിന് ശേഷമാണ്. മാത്രമല്ല, നമ്മളും അതർവൈസ് ചെയ്യുന്ന വർക്കുകളാണെങ്കിലും ഒക്കെ അതിനൊരു അറ്റൻഷൻ കിട്ടാൻ ഈ പാട്ടും ഇതിന് കിട്ടിയൊരു അവാർഡും ഭയങ്കര കാരണമായിട്ടുണ്ട്. ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ സോങ്. സിത്താരയുടെ ഒരു വലിയൊരു സ്റ്റാമ്പ് ഈ പാട്ടിനുണ്ട്, ഈ ഏനുണ്ടോടി എന്നുള്ള പാട്ടിന്. അപ്പം തീർച്ചയായിട്ടും സിത്താരയെ കാണുമ്പോഴും സിത്താരയുടെ ഒരു ഫിലിം പ്രോഗ്രാം, അതായത് ഗാനമേള അല്ലെങ്കിൽ ഫിലിം സോങ്സിൻ്റെ ഒരു പ്രോഗ്രാം കേൾക്കാൻ വരുന്ന ഒരു പ്രേക്ഷകന് തീർച്ചയായിട്ടും സിത്താര ഈ പാട്ട് പാടണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എന്തായാലും പലരും പ്രകടിപ്പിച്ചിട്ടും ഉണ്ടാവും അല്ലേ, ടു ഹിയർ ദാറ്റ് സോങ് ഫ്രം ഇൻ യുവർ വോയിസ്, നേരിട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഐ തിങ്ക് ഡ്യുവറ്റിൻ്റെ പ്രേക്ഷകർക്കും ദേ വുഡ് ബി yearning to hear that song. കാരണം കഴിഞ്ഞ എപ്പിസോഡിലും പാടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു വൈൻഡ് അപ്പ് our show on that song. So please, that song for us. ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ, ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനോ നേനേനോ നേനേനോ നേനേനോ, ഏനോ ഏനോ നേനേനോ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ, ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ.
ദിസ് ഈസ് യോർ സോങ്. ശരിക്കും കേട്ടോ, ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് സിത്താര ഫോർ ബീങ് എ പാർട്ട് ഓഫ് ഡ്യുവറ്റ്. ഞങ്ങൾക്ക് കുറേ നല്ല പാട്ടുകൾ ഒരു മടിയില്ലാണ്ട് പാടി തന്നതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ ഗ്രേറ്റ് ടു ഹാവ് യു ഓൺ ദിസ് ഷോ ടുഡേ. എനിക്കും ഭയങ്കര സന്തോഷം. ഞാൻ വെറുതെ പറയല്ല, ഇവിടെ ഇരുന്ന സമയം അത്രയും തീർന്നത് അറിഞ്ഞിട്ടില്ല. ഭയങ്കര ലൈറ്റായി, ഭയങ്കര മ്യൂസിക്കലായി, രസമായിരിക്കാൻ പറ്റി. ജോത്സനയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതില്ല, ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ സോ താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിത്താരയ്ക്ക്. ഇനി വരുന്ന പ്രോജക്ട്സിനും സിത്താരയുടെ ലിറ്റിൽ സാവൻ ഋത്തുവിനും ആൻഡ് ഓഫ് കോഴ്സ് സജീഷേട്ടനും എല്ലാവർക്കും my best wishes from the bottom of my heart. Thank you so much. Thank you. And all the best.